നമ്മുടെ ഇപ്പം ഓഗസ്റ്റ് 1-നാണ് നമ്മുടെ ഇവിടെ ഈ പ്രളയം ഇതുപോലെ ബാധിച്ചത്. നമ്മുടെ തലനാട് പഞ്ചായത്തിൽ 55 കുടുംബങ്ങളെയാണ് നിലവിൽ ഇത് ബാധിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ അടിസ്ഥാനമായിട്ട് ഏറ്റവും ആദ്യം ഇടപെടേണ്ട രീതിയിലെല്ലാം പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇടപെടുകയും നമുക്ക് നിലവിൽ 2 ക്യാമ്പുകൾ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി കിച്ചണാണ് നമ്മൾ തയ്യാറാക്കിയത്. അത് എല്ലാവർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ എല്ലാവരും കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ബാക്കിയുള്ള എല്ലാ സന്നദ്ധ സംഘടനകളിൽ നിന്നുള്ള സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കി നമ്മൾ സർക്കാരിലോട്ട് അയച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ബാക്കി നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. ഇപ്പം 5-6 വീടുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അവർക്ക് ഒരു തരത്തിൽ അവിടെ താമസിക്കാൻ പറ്റാത്ത വീടുകളുണ്ട്. അവരെല്ലാം പുനരധിവസിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള നടപടികളാണ് നമ്മൾ പഞ്ചായത്തിന് സ്വീകരിക്കുന്നത്. നിലവിലുള്ള ആളുകളുടെ നിലവിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അവർക്ക് ഭക്ഷണ സാധനങ്ങളല്ല അവർക്ക് ആവശ്യം. അവരെ അടിസ്ഥാനമായിട്ട് അവർക്ക് ഇനി വേണ്ട കാര്യങ്ങളെല്ലാം ഓരോ വീടിന്റെയും ആവശ്യകത കണ്ടറിഞ്ഞ് വേണം നമുക്കിനി ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇവിടുത്തെ തലനാട് പഞ്ചായത്തിന് 5-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു വെള്ളപ്പൊക്കം ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. കാരണം ഇതിനു മുമ്പ് നമുക്ക് 2019, 2020 കാലഘട്ടത്തിൽ വെള്ളം ഉണ്ടായപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ താഴെത്തട്ടിലെ വെള്ളം നിന്നേ. അതിനകത്ത് തന്നെ നമ്മുടെ കണക്കൂട്ടും തെറ്റിപ്പോയി. നമ്മൾ തന്നെ പ്രതീക്ഷിച്ചത് അതിൻ്റെയൊക്കെ താഴെ വെള്ളം നിൽക്കും ഇതൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ഈ പള്ളിയിലൊക്കെ ഇവിടെ നിന്ന് വെള്ളം കയറി. ഈ വീടുകളിൽ ഈ ചുറ്റുവട്ടത്ത് വീടുകൾക്ക് ഇന്ന് വരെ വെള്ളം കയറിയിട്ടില്ലാത്തതാണ്. അവിടെ എല്ലാം വെള്ളം കയറി. ഏകദേശം ഒരു 19ഓളം വീടുകളിൽ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ വെള്ളം കയറി ഇറങ്ങിപ്പോയി. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുത്തെ പല പല സംഘടനകളും അതുപോലെ തന്നെ അവരെല്ലാവരും നല്ല രീതിയിൽ സഹായങ്ങൾ ഭക്ഷണ സാധനങ്ങളായിട്ടും കിറ്റുകളായിട്ടും ഒക്കെ സഹായിച്ചു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ നമുക്കിപ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് വേറെ കാര്യം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീടുകളിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പിന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഞങ്ങൾ വേണ്ട രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു. പ്രസിഡന്റിന് മുൻ 2018-19 കാലത്ത് അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് കാരണം അതിന് പരിചയം ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളൊക്കെ പുതുതായിട്ട് വന്ന മെമ്പർമാരാണ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. ആ പ്രസിഡന്റ് കൂടത്തിൽ ഇന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തിപ്പോൾ ആ കീഴിൽ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം ഉള്ളത് കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. അതിന് വളരെ നന്ദി ഞങ്ങളുടെ പ്രസിഡന്റിനോട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ.